ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുറത്ത് രണ്ടുപേര് നിൽക്കുന്നില്ലേ, അവരെന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വരുന്നത്? ഞാൻ കംഫർട്ടബിൾ അല്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറഞ്ഞേക്കുവാ. ക്ലബിന്റെ ഒരു നാടൻ പാട്ട് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിട്ടൊന്ന് വിളിക്കാൻ വന്നതാണ്. പോവാണ്ടിരിക്കാൻ പറ്റില്ല. ചേട്ടന് പാട്ടിനും കൂത്തിനും പോകാനൊന്നും ഒരു കുഴപ്പമില്ല. നീ ഒന്ന് മെല്ലെ പറയുന്ന കേൾക്കണ്ടെന്ന്. അതിന് ഞാൻ എന്താ പറഞ്ഞു? ഞാൻ സത്യമല്ലേ പറഞ്ഞേ? ആ സത്യമൊക്കെ തന്നെ മിണ്ടാതെ നിൽക്കുന്നു. ചേട്ടൻ അധികം വർത്താനം ഒന്നും പറയാൻ നിൽക്കണ്ട. ക്ലബിലൊന്നും പോവുകയും വേണ്ട. ചേട്ടൻ ആദ്യം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. ഞാനേ മടുത്തിട്ടാണ്. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഒരെണ്ണം മതി. കാര്യമായിട്ട് എന്തിനാ വീട്ടിലേക്ക് പോണെന്നാ പറയണേ. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. എന്തായി പറയണേ? എന്തിനാ ഇപ്പൊ വീട്ടിൽ പോണേ? അത് പോവാതെ ശരിയാവില്ല. എന്താ ഇവിടെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, ഇവിടെ നിന്നാ മതി. അല്ല, സൗകര്യക്കുറവിന്റെ അല്ല. ഞാൻ ചാരില തന്നെ കല്യാണം കഴിച്ചപ്പോ അവിടുത്തെ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ അവളുടെ വീട്ടിൽ നിന്നത്. പിന്നെ അതാണ് ഈ പൊല്ലാപ്പിനൊക്കെ കാരണമായത്. അതെ, അതൊന്നുമല്ല, അവളുടെ സ്വഭാവ ദോഷം കൊണ്ടാ. അതെ അതെ. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഞങ്ങളുടെ മോള് പൊന്നു പോലെ നോക്കും. പിന്നെ സ്നേഹിക്കാൻ അച്ഛനും അമ്മയില്ലേ? അല്ല, ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു ഞാനും സുമിത്രയും കൂടി അങ്ങനെ ചെല്ലു. അല്ല, അതിപ്പോ അച്ഛനെ വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. മോന് ഇവിടെ സന്തോഷായിട്ട് നിക്കാണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് വരും. അപ്പൻ ഇങ്ങോട്ട് പോരും പറയും. അല്ല, ഇപ്പൊ എല്ലാരും കൂടി നിർബന്ധിച്ചാ പിന്നെ എന്താ ചെയ്യണ? അങ്ങനെ തീരുമാനിക്കാല്ലേ? അത് മതി. പിന്നെ നിങ്ങൾ ആ ജനല് തുറന്നിടണം എപ്പോഴും. വേണ്ട, ജനല് തുറന്നിടണ്ട. എനിക്ക് ആ വൃത്തികെട്ടവളുടെ മുഖം ഇനി കാണണ്ട. മോനങ്ങോട്ട് നോക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ഇവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണത് ചിലരെയൊക്കെ ഒന്ന് എനിക്ക് അറിയിക്കണം. അവരറിയട്ടെ. പൊന്നുപോലെ ഒരു പെണ്ണിനെ കിട്ടുമ്പോഴേ മോനെ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കണേന്ന്. അന്ന് എല്ലാം തുറന്നു വലത്തിട്ടേ. മോന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ. ഉറപ്പായിട്ടും ഏത് മീനാ വേണ്ടെന്നൊക്കെ പറഞ്ഞാ മതി. കേട്ടാ? എന്തായാലും മതി. ഇവിടെ സുഖമായിട്ട് നിൽക്കാതെ. അങ്ങനെയല്ല, ചിലപ്പോ പറയൂല. ആദ്യത്തെ ദിവസമല്ലേ പരിചയക്കേടൊക്കെ കൊണ്ടേ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ എന്തായാലും സ്വന്തം അമ്മ അച്ഛനും. ഞാനിപ്പോ അവിടെ ഇരുന്നെങ്കിലും കണ്ണ് ഇവിടെ ഇരുന്നല്ല. എല്ലാം അറിയാ. അതല്ല, കാര്യങ്ങളൊക്കെ അറിയാന്നേ. കുറച്ചുകൂടി ബൂസ്റ്റ് ചേർത്തേ. കഴിച്ചോ? കുറച്ചുകൂടി ബൂസ്റ്റ് എടുക്കട്ടെ? വേണ്ട, ബൂസ്റ്റ് മതി. ബൂസ്റ്റ് മതിയാ? മറിമായം.